ഷോ, എനിക്ക് വയ്യ. ഞാനൊരു തട്ടമിട്ടൊരു വീഡിയോ ചെയ്തപ്പോഴേക്കും ആർക്കൊക്കെ അപ്പം കുരു പൊട്ടിയത്. എടാ ഞാനൊന്ന് നോക്കട്ടെ, ആർക്കൊക്കെ അപ്പം കുരു പൊട്ടിയേ? എനിക്കിട്ട് തട്ടിടാനും പറ്റത്തില്ലേ ഗായ്സ്. ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നട്ടപ്പാതിര 12 മണിയാണ്, റോട്ടിലൊരു മനുഷ്യനും ഉണ്ടാവില്ല. അവരെ കാണിച്ച് പ്രഹസനത്തിനാണ് എന്ന് ആരും പറയണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ പുറകെ നടന്നിങ്ങനെ ചൊറിയുന്നത് എന്നാത്തിനാ കുഞ്ഞുങ്ങളെ? ഞാൻ തട്ടമിടേ ഇടാതിരിക്കേ എന്തോ ചെയ്തോട്ടെ. എനിക്ക് തട്ടിടണമെന്ന് തോന്നുമ്പോൾ ഞാൻ തട്ടിടും, തട്ടിടണ്ടെന്ന് തോന്നുമ്പം ഞാൻ തട്ടടിയില്ല. അതിനൊക്കെ ഇങ്ങനെ കുരു പൊട്ടേണ്ട എന്താവശ്യമുള്ളത്? അവനവൻ്റെ വീട്ടിലെ കാര്യവും നോക്കിയിട്ട് അവനവൻ്റെ ഭാര്യൻ്റെയും കുട്ടീൻ്റെയും അവനവൻ്റെ പെങ്ങളെയും അവനവൻ്റെ ഉമ്മമാരെയൊക്കെ കാര്യം നോക്കിയിട്ട് ജീവിച്ചാൽ പോരെ? അടുത്ത വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കിയാലേ നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഞാൻ സോഷ്യൽ മീഡിയയിലാണ് പോസ്റ്റ് ചെയ്തത്. അപ്പം അതിനെന്തായാലും പ്രതികരണവുമായിട്ട് പലരും വരുമെന്നും എനിക്കറിയാം. ഇന്ത്യൻ ഭരണഘടനയിൽ ജസ്റ്റിനക്ക് മാത്രം തട്ടമിടാൻ പാടില്ല എന്നും ജസ്റ്റിനക്ക് മാത്രം തട്ടമിടാൻ പാടുണ്ട് എന്നും ഒന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. ഞാൻ ഇനിയും തട്ടാടും. എന്താക്കും നിങ്ങൾ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓ ഓ ഓ ഞാൻ ഇനി പൊട്ടും കുത്തി വീഡിയോ ചെയ്യും. എന്തേ ചെയ്യാൻ പറ്റുമോ? ഇനി എൻ്റെ ബിസിനസ് ട്രിക്കാണ് എന്ന് ആണെങ്കിൽ നിങ്ങൾക്കെന്താ? നിങ്ങളോടാരോടോ ഞാൻ ചിലവിനെ ചോദിച്ചിട്ട് വരുന്നുണ്ടോ? എനിക്ക് തട്ടമിടണം തോന്നിയാൽ ഞാൻ തട്ടമിടണ്ടേ? പൊട്ടുകുത്തണം തോന്നിയാൽ പൊട്ടുകുത്തണ്ടേ? എന്നാലും ഇത്രയൊക്കെ പൊള്ളുന്നുണ്ടല്ലോ. പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി ഷാജി, ഭംഗിയുണ്ടെന്ന്. അല്ലേലും അത് ഷാജിക്ക പറയാതെ തന്നെ എനിക്കറിയാന്നേ. എന്നെ തട്ടിട്ട് കാണാൻ ഒരു പ്രത്യേക മൊഞ്ചാന്ന് പണ്ടേ മറ്റുള്ളവർ പറയായിരുന്നു. ഈ മറ്റുള്ളവർ ആരാന്നൊന്നും ചോദിക്കരുതേ. അപ്പോൾ ഞാൻ തട്ടമിട്ടാലും ഇട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള അരി വേവാതിരിക്കുകയൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള അരി വേവാതിരിക്കുകയാണെങ്കിൽ നിങ്ങളിത്ര വേവലാതിപ്പെട്ടാൽ പോരെ? എനിക്ക് തട്ടിടണം തോന്നി. ഇനി എനിക്കിപ്പോൾ നാളെ ചിലപ്പോൾ ഞാൻ പൊട്ടുകുത്തിയിട്ട് വീഡിയോ ചെയ്യും. ജസ്റ്റിന് പൊട്ടുകുത്തിയേന്നും പറഞ്ഞിട്ട്. ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം എന്ന് അറിയാൻ നിങ്ങളൊക്കെ ആണോ എന്നോട് വാക്ക് അറിയാൻ പറഞ്ഞത്? നിങ്ങൾക്കാർക്കോ ഞാൻ വാക്ക് നിൽക്കുമോ? നിലപാടില്ലാത്തവൾ ആയിക്കോട്ടെ, നിലപാടല്ലേ ഇല്ലാത്തത്. കുഴപ്പമില്ല. എങ്ങനെങ്കിലും ഞാനങ്ങ് രക്ഷപ്പെട്ടു പോകുമോ എന്നുള്ള നിങ്ങളുടെയൊക്കെ വേവലാതി ഉണ്ടല്ലോ. എന്താ ചെയ്യുക മക്കളെ? അതും രാത്രി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയതല്ല കേട്ടോ. എനിക്ക് നമുക്കൊക്കെ എന്നൊന്നും പറയണ്ട, കുട്ടിക്കാലം തൊട്ടേ ശീലമുള്ളതാണ്. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള വസ്ത്രം എന്ന് പറയുന്നത് പർദ്ദയാണ്. അപ്പം ഞാൻ പർദ്ദ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഹിജാബൊക്കെ കുത്തിയേക്കാം. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റോഡ് കാലിയാണ്, ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഇനി അങ്ങനെ കുത്തണം തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടാണ് ഞാനത് ഇടുകയും ചെയ്തത്. 24 മണിക്കൂർ ഇങ്ങോട്ടായില്ല, അപ്പോഴേക്കും എല്ലാവർക്കും വേവലാതിയും ടെൻഷനും. ജസ്റ്റിന് വീണ്ടും തട്ടമെടുത്തിട്ടോ? സംഖ്യകൾ പലതും പറയും. സംഖ്യകൾ തള്ളുവോ കൊള്ളുവോ താക്കുവോ? സംഖ്യകൾ എന്താക്കിയാലേ എനിക്കെന്താ? ഇനി നിങ്ങളൊക്കെ എന്താക്കിയാലേ എനിക്കെന്താ? നിങ്ങളാരെങ്കിലും ആണോ എനിക്ക് ചിലവിന് തരുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ ജസ്റ്റിനെ തട്ടടരുത് എന്ന്? ഇനി ജസ്റ്റ് തട്ടമിടാൻ പറഞ്ഞിട്ടുണ്ടോ? ഇനിയിപ്പോൾ എന്നെ തട്ടടിയിച്ചിട്ട് നിങ്ങൾക്ക് സ്വർഗത്ത് കൊണ്ടാകുന്നുള്ളതാണെങ്കിൽ എനിക്ക് സ്വർഗത്ത് പോകേണ്ടതാണോ? അതും ഞാൻ പറഞ്ഞു തന്നേക്കാം. അപ്പം ഞാൻ തട്ടമിട്ടേന്നും പറഞ്ഞിട്ടതാ ചിങ്കല്ലല്ല. അപ്പം പിന്നെ തട്ടമിട്ട് നടന്നേക്കാന്ന് വിചാരിച്ചു. എന്തേ കുഴപ്പമുണ്ടോ? എന്നെ വെച്ചിട്ട് നാളെ പൊട്ടുകുത്തൂലെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എനിക്ക് പൊട്ടുകുത്തണം തോന്നിയാൽ ഞാൻ പൊട്ടുകുത്തുകയും ചെയ്യും, തട്ടമിടണം തോന്നിയാൽ തട്ടമിടുകയും ചെയ്യും. എനിക്ക് നിൻ്റെയൊന്നും തന്തയല്ല ചിലവിന് തരുന്നത്. നിൻ്റെയൊക്കെ തന്തയല്ല ചിലവിന് തരുന്നത്. നിൻ്റെയൊക്കെ തന്ത ചിലവിന് തരാത്തിടത്തോളം കാലം ഞാൻ നിന്നെയും നിൻ്റെ തന്തമാരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തട്ടമിടണം, ഇനി അങ്ങോട്ട് ഫുള്ള് തട്ടടാൻ പോകും. നിങ്ങളൊക്കെ എന്താക്കൂ? ഇടയ്ക്കിടയ്ക്ക് പൊട്ടും കുത്തും.
നിങ്ങളൊക്കെ എന്താക്കൂ? പറയാനല്ലേ നിങ്ങൾക്കൊക്കെ പറ്റൂ? പിന്നെ ആ പറച്ചിൽ എനിക്ക് കിട്ടുന്ന റീച്ചാണ് എന്നുള്ളതും കൂടി മറന്നു പോവാതിരുന്ന നിങ്ങൾക്ക് കൊള്ളാം. എന്നോട് മറന്നൊന്നും പോവില്ല. എനിക്കിങ്ങനെ വെറുതെ നിങ്ങളൊക്കെ പറയൂ ഞാൻ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. നിങ്ങളിങ്ങനെ തരുന്ന സമയത്ത് ഞാൻ മേടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. എനിക്കുള്ള പ്രൊമോഷൻ വീഡിയോ നിങ്ങൾ ചെയ്യുന്നു, അത്രമാത്രമേ കണക്കാക്കുന്നുള്ളൂ. എന്നെ പലരോടും മറന്നു പോകുമ്പോൾ ഒരു തട്ടെടുത്ത് തലയിലിട്ടാൽ മതി, ബാക്കിയൊക്കെ നിങ്ങളങ്ങ് ആയിക്കോളും. അവിടെ നിന്ന് തന്നെ എല്ലാവരും മറന്നുപോയെന്ന് തോന്നിയാൽ ഒരു പൊട്ടെടുത്ത് കുത്തിക്കോളും. അപ്പോഴും നിങ്ങൾ തന്നെ പ്രൊമോഷൻ വീഡിയോ ചെയ്തോളും. ഇത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയ, കേട്ടോ. അപ്പം ഞാൻ തട്ടമിടുന്നുണ്ടോ, ഞാൻ പൊട്ട് കുത്തുന്നുണ്ടോ, ഞാൻ നടക്കുന്നുണ്ടോ, ഞാൻ ഇരിക്കുന്നുണ്ടോ, ഇതൊന്നും നോക്കേണ്ട ഒരാവശ്യവും നിങ്ങൾക്കില്ല. അല്ലെ നീയും നിൻ്റെ തന്തയൊക്കെ ആയിരിക്കണം എനിക്ക് ചിലവിന് തരുന്നത്. ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, സാജിക്ക എന്നെ കാണാൻ മൊഞ്ചുണ്ട് എന്ന് പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ്. ഇപ്പോഴായ കുറച്ച് മാറ്റങ്ങളൊക്കെ എൻ്റെ ഫേസിൻ്റെ അകത്ത് കാണുന്നില്ലേ? പൈസ കൊടുത്തിട്ട് ഫേസിൻ്റെ അകത്ത് എന്താണെന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഇപ്പം ഞാൻ കാരണം ആ ഒരു ആൾക്കാർ പ്രൊമോഷൻ വീഡിയോ എൻ്റെ ഇതിൽ പോവണ്ട. അപ്പം നമ്മളെക്കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും പ്രശസ്തിയുണ്ട്, കുപ്രശസ്തിയുണ്ട്. നിങ്ങൾ പ്രശസ്തിയിലൂടെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, കുപ്രശസ്തിയിലൂടെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എനിക്കെന്താ പ്രശ്നവും? എനിക്കൊരു പ്രശ്നവും ഇല്ല. എനിക്ക് തട്ടിടണമെന്ന് തോന്നിയാൽ ഞാൻ തട്ടിടുകയും ചെയ്യും, പൊട്ട് കുത്തണമെന്ന് തോന്നിയാൽ പൊട്ട് കുത്തുകയും ചെയ്യും. ഞാൻ ഇന്ന മതത്തിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ, അല്ല ഇന്ന മതത്തിൻ്റെ ആചാരപ്രകാരം മാത്രമേ ജീവിക്കുള്ളൂ എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത് പറയാത്തിടത്തോളം കാലം എൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിൽ ജീവിക്കാൻ എനിക്ക് അവകാശവും അധികാരവുമുണ്ട്. അതെല്ലാവരെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ വെറുതെ എൻ്റെ കാര്യമോർത്ത് ബോധേടാവണ്ട. നാളെ ചിലപ്പോൾ ഞാൻ പൊട്ട് കുത്തിയിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. അപ്പോഴും നിങ്ങൾക്ക് വീഡിയോ ഇടാനൊരു കണ്ടൻറ്റ് മാത്രമായിട്ടേ ഞാനുണ്ടാവുള്ളൂ. അപ്പോൾ തട്ടെന്ന് പറയുന്നതും പൊട്ട് എന്നൊക്കെ പറയുന്നതും ഒരിക്കൽ കൂടി ഞാൻ പറയണം, ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കിങ്ങനെ തോന്നി, ഞാനിങ്ങനെ ചെയ്തു. നിലപാടില്ലാത്തവൾ അങ്ങനെ കൂട്ടണേ കൂട്ടിക്കോ, നോ പ്രോബ്ലം. നിങ്ങളൊക്കെ ഭയങ്കര നിലപാടുകാരാണല്ലേ, അതാണല്ലോ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നിലപാടുകൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഇനി എന്നെ ഏത് രൂപത്തിൽ കണ്ടാലും നിങ്ങൾ കണ്ടൻ്റാക്കി എടുത്തോളണം. നോമിനി റീച്ച് വേണ്ടായിരുന്നു, നിർബന്ധിച്ചാൽ മേടിക്കാതിരിക്കാൻ ഒഴിവില്ലല്ലോ. അപ്പോൾ ഒരിക്കൽ കൂടി കണ്ടോളി. ജസ്റ്റിന് തട്ടമിട്ടിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റിന സലീം. ഒരിക്കൽ കൂടി പറയാണ്, മൊഞ്ചുണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ സാജിക്ക. ടാറ്റാ.